بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه وسلم تسليما كثيرا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل وسلم على نبينا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. يدعو من دون الله ما لا يضره وما لا ينفعه ذلك هو الضلال البعيد. يدعو لمن ضره أقرب من نفعه لبئس المولى ولبئس العشير. إن الله يدخل الذين آمنوا وعملوا الصالحات جنات تجري من تحتها الأنهار. إن الله يفعل ما يريد. من كان يظن أن لن ينصره الله في الدنيا والآخرة فليمدد بسبب إلى السماء ثم ليقطع فلينظر هل يذهبن كيده ما يغيظ. وكذلك أنزلناه آيات بينات وأن الله يهدي من يريد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, റഹ്മുറഹിമീനായ അല്ലാഹുവിൻ്റെ കാരുണ്യവും ഫദ്ലും ലഭിക്കുന്ന പുണ്യകർമ്മങ്ങളിൽ, നന്മകളിൽ മുന്നോട്ട് വരാൻ അല്ലാഹു നമുക്കെല്ലാം ത്വാഖത്തുള്ള ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരു വിജ്ഞാന സദസ്സിൽ ഒന്നിരിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ മലായിക്കത്തുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്നും സദസ്സ് പിരിയുന്നതുവരെ അവന് വേണ്ടി മലായിക്കത്തുകൾ ഇസ്തിഗ്ഫാർ നടത്തുമെന്നുമുള്ള ബോധ്യത്തോടെ ഓരോ വിജ്ഞാന മജ്ലിസുകളും വളരെ താല്പര്യപൂർവ്വം പങ്കെടുക്കാൻ ശ്രമിക്കേണ്ടവരാണ് മുഅ്മിനീങ്ങൾ. ഈ അടുത്ത് ഖുർആൻ പരീക്ഷയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് കടന്നുപോയപ്പോൾ ഓരോ പ്രദേശത്തെയും ഏറ്റവും മികച്ച ആളുകളെ, കൂടുതൽ പെർസെൻറ്റേജ് ലഭിച്ച ആളുകളെ സെലക്ട് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടി മാത്രം രണ്ടാമതൊരു പരീക്ഷ നിർവഹിക്കേണ്ടായി. ആ പരീക്ഷയിൽ മികച്ച റാങ്ക് നേടിയ അല്ലെങ്കിൽ ഉയർന്ന ഗ്രേഡിലേക്ക് എത്തിയ ഒരു 10 പേരുടെ ലിസ്റ്റ് എടുത്താൽ അതിലെ ആദ്യത്തെ 4 ആളുകൾക്കും ഒരുപോലത്തെ മാർക്ക് നേടാൻ കഴിയും. സ്വാഭാവികമായും അവരിൽ നിന്ന് ഒരാളെ കണ്ടെത്തുക എന്നത് സാധ്യമാകാതെ വന്നതുകൊണ്ട് തന്നെ ഒരു വൈവയെ പോലെ, ഇന്റർവ്യൂ പോലെ അവരോട് ചില കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ചോദിച്ചു മനസ്സിലാക്കാൻ ശ്രമിച്ചു. അതിൽ ഒരാൾ ഒരു ENT ഡോക്ടറാണ്. നമ്മള് സമയമില്ല, സൗകര്യമില്ല, ഒഴിവില്ല, എനിക്ക് പറ്റണില്ല എന്നൊക്കെ പറയുന്ന നമ്മൾ ഒരു ഹോസ്പിറ്റലിലെ വലിയ ചുമതലയുള്ള ഒരു ENT ഡോക്ടർ അവർക്കൊരു ക്ലാസ്സിന് പോയി അറ്റൻഡ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് വീട്ടിലിരുന്ന് ഓൺലൈൻ ക്ലാസ്സുകളോ ഓൺലൈൻ പ്ലാറ്റ്ഫോമൊക്കെ ഇരുന്ന് ഉപയോഗിച്ചാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഹിഫ്ള് കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. ധാരാളം അറിവിന്റെ മേഖലകൾ അവർ പരമാവധി ശ്രമിക്കുന്നതിൻ്റെ ഇടയിലാണ് അവർ ഈ ഒരു പദവിയിലേക്ക് അവർക്ക് എത്താൻ കഴിയുന്നത്. അങ്ങനെ അവരോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ആയത്തുകൾ ചോദിക്കും.
ആ ആയത്തുകളുടെ വിശദീകരണത്തിൽ അമാനി മൗലവി പറഞ്ഞ എന്തെങ്കിലും ഒരു സെന്റൻസ് എടുത്തിട്ട് അതിനെക്കുറിച്ച് ചോദിക്കും. ആ ആയത്തുകളുടെ തഫ്സീറിന്റെ ഇടയിൽ വരുന്ന ഹദീസിനകത്തുള്ള പദങ്ങൾ ചോദിക്കും. അങ്ങനെ വളരെ മൈന്യൂട്ടായിട്ട് ചോദിച്ചിട്ട് അവരിൽ നിന്ന് വളരെ കുറഞ്ഞ, നമ്മൾ പറയില്ല അരമാർക്ക് 1 മാർക്ക് എന്നൊക്കെ പറയാവുന്ന മാർക്കുകൾ മാത്രമാണ് മൈനസ് ആകുന്നത്. അതിനർത്ഥം അവർ അത്രയും സൂറത്തുൽ അംബിയാഇന്റെ എല്ലാ മേഖലയും ടച്ച് ചെയ്തിട്ടാണ് അവർ പോകുന്നത്. രണ്ടാമത്തെ ഒരാൾ ഒരു സാധാരണ വീട്ടുമ്മയാണ്, ഒരു അറബി കോളേജ് വിദ്യാർത്ഥിയോ ഒരു മതപഠന രംഗത്ത് എന്തെങ്കിലും ഒരു വലിയ ആലിമത്തായ ഒരു സഹോദരിയൊന്നുമല്ല. സാധാരണ ഒരു വീട്ടിലെ സാധാ ജോലികളെല്ലാം ചെയ്ത് ജീവിക്കുന്ന അവർ ഇതുപോലെ കിട്ടുന്ന മേഖലകൾ ഉപയോഗപ്പെടുത്തി ദീനിയായ അറിവുകൾ കണ്ടെത്തി അത് ഇരുന്ന് വായിച്ച് ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് പഠിച്ചെടുക്കുകയാണ് കിട്ടുന്ന ഒഴിവ് സമയങ്ങൾ. മൂന്നാമതൊരു സഹോദരിയും ഇതുപോലെ തന്നെ അവര് ഒരു തൊട്ടടുത്തുള്ള ഒരു QHLSന്റെ സംവിധാനം ഉപയോഗപ്പെടുത്തിയ ഒരു അധ്യാപകന്റെ കീഴിലിരുന്ന് പഠിച്ച് നോട്ട് എഴുതി കൃത്യമായി മനസ്സിലാക്കി നന്നായി വായിച്ച് ഈ രംഗത്ത് അവരും ഇതുപോലെ തന്നെ ഒരാളും മറ്റൊരാളെ മികച്ചു വെക്കുന്ന രൂപത്തിൽ വളരെ വേഗത്തിൽ ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നാലാമതൊരു പുരുഷനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു കമ്പ്യൂട്ടറിന്റെ സോഫ്റ്റ്വെയർ ചെയ്യുന്ന ഒരാളാണ്. ശരിക്ക് അയാൾക്ക് അറബിയൊന്നും അത്ര തപ്പിത്തടഞ്ഞാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ. പക്ഷേ ഫുള്ള് ഫീഡ് ചെയ്ത് വെക്കുന്ന, വായിച്ചത് മുഴുവൻ നന്നായിട്ട് ഫീഡ് ചെയ്ത് വെക്കാൻ കഴിവുള്ള, പല നിലക്കും സുഹൃത്ത് അംബിയാഇന്റെ ഒക്കെ നല്ലൊരു ശതമാനം ആയത്തുകൾ തന്നെ കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്ന, ദീനി രംഗത്ത് കഴിഞ്ഞ വർഷം നടത്തിയ പരീക്ഷയിലും ഒരു റാങ്കിന്റെ സ്ഥലത്തേക്ക് എത്തിയിട്ടുള്ള എറണാകുളത്തുകാരനായ ഒരു മനുഷ്യൻ. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഈ 4 ആളുകളുടെയും ഹിസ്റ്ററിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു മത പണ്ഡിത മേഖലയിൽ ഒന്നുള്ള ഒരാളുകളല്ല. എന്നിട്ടും അവരൊന്ന് ശ്രമിച്ചപ്പോൾ, അവരൊന്ന് വായിക്കാൻ തുടങ്ങിയപ്പോൾ, അവർ കേൾക്കാൻ തുടങ്ങിയപ്പോൾ മികച്ച ദറജകളിലേക്ക്, അതാണ് അല്ലാഹു തആല പറഞ്ഞല്ലോ, ചില ആളുകൾക്ക് ദറജാത്തുകൾ ഉയർത്തിക്കൊടുക്കും, അള്ളാഹുവിന്റെ ഫളലുകൾ ഇട്ടുകൊടുക്കും. ആ രൂപത്തിൽ വിജ്ഞാനം കൊണ്ട്, അറിവ് കൊണ്ട് നമുക്കൊരുപാട് ദറജകളിലേക്ക് എത്താൻ സാധിക്കുമെന്നാ പറഞ്ഞത്. അതിന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു മാർഗമാണ് മൻ സലക ത്വരീഖൻ, ആരെങ്കിലും ഒരു മാർഗത്തിൽ പ്രവേശിച്ചാൽ, യൽതമിസു ഫീഹി ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരു മാർഗത്തിൽ നമ്മൾ കേറി ചെന്നാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള അവന്റെ മാർഗം അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത് കാണാൻ സാധിക്കും, നബിയെ താങ്കൾ പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കേണ്ടത്? റബ്ബി സിദ്നി ഇൽമാ, റബ്ബേ എനിക്ക് ധാരാളം ഇൽമ് പ്രദാനം ചെയ്യണേ, എനിക്ക് അധികം തരണം എന്ന് പറഞ്ഞ് നബി ആവശ്യപ്പെടുന്നത് ഇൽമിനെ കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഭാതത്തിലുള്ള തുടക്കത്തെ കുറിച്ച് പറയുന്ന ഹദീസുകൾ വായിച്ചു നോക്ക് നിങ്ങൾ. പ്രഭാത സമയത്തുള്ള പ്രാർത്ഥനയിൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ചോന്ന് ചിന്തിച്ചു നോക്കി. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. ഇൽമു കിട്ടണേ എന്ന് ചോദിച്ചാൽ അതിനനുസരിച്ചുള്ള പണിയെടുക്കണം. മദീന പള്ളിയിൽ ഇരിക്കുന്ന അഹ്ലുസുഫക്കാരുടെ ചരിത്രം വായിച്ചു നോക്കൂ നിങ്ങൾ. ഒരു 40 ആളുണ്ടായിരുന്നു. യുദ്ധത്തിന് പോകുമ്പോൾ അവര് പോവില്ല, കച്ചവടത്തിന് പോകുമ്പോൾ അവര് പോവില്ല, വേറെ അവിടെ എന്തൊക്കെ നടന്നാലും ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇൽമിന്റെ മജ്ലിസിൽ ഉണ്ടാകും. അതേപോലെ തന്നെ മറ്റെന്തെല്ലാം കാര്യങ്ങൾക്ക് പലരും തിരിഞ്ഞു പോകുമ്പോൾ ഇവർ ജനങ്ങൾക്ക് ഇൽമ് പകർന്നു കൊടുക്കുന്നിടത്തായിരുന്നു. അവരിൽ മികച്ച ശ്രേഷ്ഠനായ ആളാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. 4000-ലേറെ ഹദീസുകളാണ് ഒരു ഖൗമിന് പറഞ്ഞു കൊടുക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ പേര് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ല കേട്ടുപരിചയമുണ്ട്. എന്നാൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ഈ മേഖലയിലേക്ക്, ദീനിന്റെ മേഖലയിലേക്ക് കൊണ്ടുവന്ന ആളുടെ പ്രത്യേകത എന്തായിരിക്കും? മഹാനായ തുഫൈൽ ഇബ്നു അംർ ദൗസി റളിയല്ലാഹു അൻഹു.
ആ പേര് നമ്മൾ അധികം കേട്ടിട്ട് പോലുമില്ല. ആ ഒരു മനുഷ്യന്റെ ദഅവത്ത് കൊണ്ടാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്കുള്ള വരവ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ നിരന്തരമായ ക്ഷണവും പ്രാർത്ഥനയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് എൻ്റെ ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, എൻ്റെ ഉമ്മാക്ക് ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറയുന്ന രംഗവും, അവസാനം ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വീട്ടിൽ വന്നപ്പോ കുളിച്ച് വേഷം മാറി വസ്ത്രം മാറി നിൽക്കുന്ന ഉമ്മയെ കണ്ട് ഉമ്മ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് വന്ന് പറയുന്നുണ്ട്, മോനെ, നീ പറഞ്ഞ ഇസ്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ ആ നബിയിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ വെച്ച് കലിമ ഉച്ചരിക്കുന്ന അവസാന ചില രംഗങ്ങളുണ്ട് ചരിത്രത്തിൽ. ഇൽമിനെ പോലെ പ്രധാനമാണ് ദഅവത്ത്. സമൂഹത്തിന് ആവശ്യമായ നന്മകൾ കൊടുക്കാൻ കഴിയുക, ദഅവത്ത് ചെയ്യുക. 4 പ്രധാനപ്പെട്ട ചുമതലകൾ ഇന്ന് നമ്മുടെ മേലുണ്ട്. അതിൽ 1 ഇൽമാണ്, 2 അൽ അമലു ബിഹി, നമ്മൾ ഏതൊരു കാര്യം അറിഞ്ഞോ അത് പ്രവർത്തിക്കലാണ്. നമുക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ ഖുതുബയിലൂടെ, ക്ലാസ്സുകളിലൂടെ, നേർപ്പദത്തിലൂടെ, പീസ് റേഡിയോയിലൂടെ ഒരുപാട് വിവരങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതോടൊപ്പം തന്നെ അത് കർമ്മത്തിലൂടെ പുറത്തു വരണം. 3-മത്തേത് വദ്ദഅവതു ഇലൈഹി, നമ്മൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന നന്മകളിലേക്ക് ആളുകളെ ക്ഷണിക്കുക. വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിലേക്ക് ഒരാളെ ക്ഷണിച്ചാൽ അതിന്റെ ഗുണം എത്രയാണ്? ഒരു ഖുത്ബ കേൾക്കാൻ ഒരാളെ ക്ഷണിച്ചാൽ അതിന്റെ പ്രതിഫലം എത്രയാണ്? ഒരു ദീനിയായ മജ്ലിസിലേക്ക് ഒരാളെ കൊണ്ടുവന്ന് അയാൾ അതിന്ന് പഠിച്ച് അത് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ കിട്ടുന്ന നന്മ എത്രയാണ്? 4 വസ്സബ്റു അലൽ അദാ, ഇൽമ തേടുമ്പോൾ, അമൽ ചെയ്യുമ്പോൾ, ദഅവത്ത് നടത്തുമ്പോൾ നല്ല പ്രയാസങ്ങളും വിഷമങ്ങളും പിടിച്ചു വലിക്കുന്ന പലതും ഉണ്ടാകും. അസ്സബ്റു അലൽ അദാ, അവിടെ ഉണ്ടാവുന്ന എന്ത് ബുദ്ധിമുട്ടിലും നല്ല ക്ഷമ പാലിക്കുക, അസ്വസ്ഥനാവാതിരിക്കുക, അക്ഷമനാകാതിരിക്കുക, നല്ല മനസ്സോടെ സബറോടുകൂടെ. അതാണ് ക്ഷമിക്കുന്നവരെ പറ്റി പറഞ്ഞത്. സാധാരണ എല്ലാ നന്മകൾക്കും ഇങ്ങനെ ഇത്ര ശതമാനം ഇത്ര കൂലി എന്നൊക്കെ പറയും. ക്ഷമിക്കുന്നവരെ പറ്റി പറഞ്ഞപ്പോ ഇന്നമാ യുവഫ്ഫസ് സ്വാബിറൂന ഉജൂറഹും ബിഗൈരി ഹിസാബിൻ, ക്ഷമാലുക്കളായവർക്ക് കണക്കില്ലാത്ത പ്രതിഫലമാണ് കൊടുക്കുക. അതെല്ലാവർക്കും നേടാൻ കഴിയാത്ത ഗുണമാണ്, എല്ലാവർക്കും നേടിയെടുക്കാൻ കഴിയാത്ത ഗുണമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നുണ്ട്, ഒരാൾ നബിയാവുക എന്ന് പറയുന്നത് നുബുവത്ത് കിട്ടുമ്പോഴാണ്. നുബുവത്തിന്റെ 24 അംശങ്ങളിൽ ഒരു കാര്യമാണ്, നുബുവത്ത് ലഭിക്കുന്നതിന്റെ 24 അംശങ്ങളിൽ ഒരു കാര്യമാണ് അസ്സുംതുൽ ഹസൻ, കാര്യങ്ങൾ നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്യുക എന്ന നല്ല സ്വഭാവം. ആകെ എല്ലാ കാര്യങ്ങളെയും കഷ്ടപ്പെടുത്തുന്ന, പ്രയാസപ്പെടുത്തുന്ന രൂപത്തിന് പകരമായി മാന്യമായി നല്ല രൂപത്തിൽ ഇടപാടുകളും പെരുമാറ്റങ്ങളും നടത്തുന്നത് ഒരു നല്ല സ്വഭാവമാണ്. ഏതൊരു കാര്യത്തിലും സാവകാശം കാണിക്കുക എന്നത്, ബേജാറാക്കുന്ന, ആകെ പെട്ടെന്ന് കാര്യങ്ങളാകെ കൂടെ ഹറിബറിയാകുന്നത് അത് ഒഴിവാക്കിയിട്ട് തുഅദത്ത് കാണിക്കാൻ, ഒരു സാവകാശത്തിൽ പക്വമായി ഇടപെടാൻ കഴിയുന്നത് ഒരു നല്ല സ്വഭാവമാണ്. വല്യഖ്തിസാദ്, ആവശ്യാനുസരണം മിതമായി സമ്പത്ത് ചെലവഴിക്കുക എന്നത് ഏറ്റവും മികച്ച ഗുണങ്ങളാണ്. പ്രവാചകത്വത്തിന്റെ 24 അംശങ്ങളിൽ ഒരംശം ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഏത് മേഖലയിലും വളരെ ക്ഷമയോടുകൂടെ നല്ല സ്വഭാവത്തോടുകൂടെ മുന്നോട്ട് പോകാൻ കഴിയുമ്പോഴാണ് നമ്മുടെ കർമ്മങ്ങളുടെ നല്ലൊരു പൂർത്തീകരണം നമുക്ക് നേടാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പഠിക്കുന്ന, അറിയുന്ന, മനസ്സിലാക്കുന്ന കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ടാക്കുമാറാകട്ടെ. നമ്മൾ നേടുന്ന അറിവ് കൊണ്ട് നമുക്കും സമൂഹത്തിനും ഉപകാരം ഉണ്ടാവുകയും സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയിലാണ് എന്ന ബോധ്യത്തോടെ നമുക്കത് പ്രവർത്തിക്കാനും ആ വഴി അല്ലാഹു തആല നമുക്കെല്ലാം എളുപ്പമാക്കി തരികയും ചെയ്യുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യദുറുഹു വമാ ലാ യൻഫഉഹു ദാലിക ഹുവദ്ദലാലുൽ ബഈദ്. يدعو لمن ضره أقرب من نفعه
ലബിഅ്സൽ മൗലാ വലബിഅ്സൽ അശീർ. ഒന്ന് എല്ലാവർക്കും ഒന്ന് ആ പഴയ ആയത്തുകൾ ഒന്നുകൂടി ഓതി നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യദ്ഉ മിൻ ദൂനില്ലാഹി ذلك هو الضلال يدعو لمن ضره أقرب من نفعه അവിടെ യദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യദുറുഹു വമാ ലാ യൻഫഉ അവിടെ നിർത്തുമ്പോൾ യൻഫഉഹു എന്ന് പറയരുത്. യൻഫഉ വമാ ലാ യൻഫഉ ذلك هو الضلال البعيد. അതുപോലെ അടുത്തതിലും യദ്ഉ ലമാ ضره أقرب من نفعه നഫ്ഇഹി എന്ന് പറയരുത്. നിർത്തുകയാണെങ്കിൽ മിൻ നഫ്ഇഹി ലബിഅ്സൽ മൗലാ വലബിഅ്സൽ അശീർ. ഒന്നുകൂടി ഒതുക്കി. യദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യദുറുഹു വമാ ലാ യൻഫഉ ذلك هو الضلال البعيد. يدعو لمن ضره أقرب من نفعه لبئس المولى ولبئس العشير. ആ ആയത്തുകൾ വിശദീകരിച്ചപ്പോൾ നമ്മൾ പറയണ്ടായി, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവന്റെ നിരർത്ഥകതയെ ബോധ്യപ്പെടുത്തി. ഒരു ഉപകാര ഉപദ്രവമൊന്നും ചെയ്യാൻ കഴിയാത്തവരൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് യാതൊരു കാര്യവുമില്ല, അതൊക്കെ വലിയ വഴികേടിലേക്കാണ് അവനെ നയിക്കാം, അതുകൊണ്ട് ഏറ്റവും കൂടുതൽ അവർക്ക് ദോഷം മാത്രമാണ് ഉണ്ടാവുക എന്നുള്ള സൂചനകളെല്ലാം ആ ആയത്തുകളിലൂടെ പഠിപ്പിക്കേണ്ടായി. എന്നിട്ട് തൊട്ടടുത്ത ആയത്ത് 14-ാമത്തെ ആയത്ത് സൂറത്തുൽ ഹജ്ജാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നല്ലാഹ യുദ്ഖിലുൽ ലദീന ആമനൂ. ഒതുക്കിയ إن الله يدخل الذين آمنوا وعملوا الصالحات جنات تجري من تحتها الأنهار جنات تجري من تحتها الأنهار إن الله يفعل ما يريد. إن الله يفعل ما يريد. من كان يظن أن لن ينصره الله أن لن ينصره الله من كان يظن أن لن ينصره الله في الدنيا والآخرة فليمدد بسبب إلى السماء فليمدد بسبب إلى السماء ثم ليقطع ثم
ليقطع فلينظر هل يذهبن كيده ما يغيظ هل يذهبن كيده ما يغيظ. ആദ്യ അധ്യായത്ത് ഇന്നല്ലാഹ യുദ്ഖിലുല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത് ജന്നാത്തിൻ തജ്രി എന്ന് പറയുന്നത് തജ്രി മിൻ തഹ്തിഹൽ വറഹാണ് തഹ്തിഹ വറഹാണ് ഹാ തുറന്ന ഹാൻ മിൻ തഹ്തിഹൽ അൻഹാർ ഇന്നല്ലാഹ യഫ്അലു മാ യുരീദ്. ദാ കൊണ്ട് അവസാനിപ്പിക്കുമ്പോ ദ് യഫ്അലു മാ യുരീദ്. ആയതൊക്കെ ഇന്നല്ലാഹ യുദ്ഖിലുല്ലദീന ആമനു വഅമിലുസ് ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഇന്നല്ലാഹ. അടുത്ത ആയത്തിൽ നമ്മൾ ഓതുമ്പോഴേ ആയത്ത് നല്ലോണം ശ്രദ്ധിക്കണം. മൻ കാന യളുന്നു അല്ലൈ അൻ ലൻ എന്നാണ്, പക്ഷെ നമ്മൾ ഓതുമ്പോൾ അല്ലൈയൻസുറഹുല്ലാ നൂന സുക്കൂന് അവിടെ 3 എണ്ണം വന്നത്. അല്ലൈയൻസുറഹുല്ലാഹു ഫിദ്ദുനിയാ വൽ ആഖിറ فليمدد بسبب إلى السماء ثم ليقطع فلينظر هل يذهبن എന്ന് പറയരുത്. യുദ്ധാലിന് പുള്ളി ഉണ്ടാവുമ്പോ സൈലന്റ് കുറച്ച് കനം കുറച്ചേക്കും. ഹൽ യുദ്ഹിബന്ന കൈദു, കൈദു അല്ല കൈദു. ഹൽ യുദ്ഹിബന്ന കൈദുഹു മാ യഗീർ കൈദുഹു മാ യഗീർ. നിർത്തുമ്പോ യഗീൽ എന്ന് പറയരുത്. യഗീൽ ഒരിക്കെ മാ കാന യദുന്നു സൂറഹുല്ലാഹു ഫിദ്ദുനിയാ വൽ ആഖിറ ഫൽയംദുദ് ബിസബബിൻ ثم ليقطع فلينظر هل يذهبن. ഖുർആനിൽ ഒന്നുകൂടി നോക്കുക. ഹൽ യുദ്ഹിബന്ന കൈദാന്നാണോ കൈദൂന്നാണോ? കൈദുഹു മാ യഗീർ. ആയത്തിനോട് മങ്കാന യദുന്നു മാ കാന في الدنيا والآخرة فليمدد بسبب إلى السماء ثم ليقطع فلينظر هل يذهبن كيده ما يغير. إن شاء الله ഇന്ന് ശനിയാഴ്ച, ഞായറാഴ്ച സൺഡേ ഹോളിഡേ, തിങ്കൾ മുതൽ വ്യാഴം ദിവസങ്ങൾക്കുള്ളിൽ എന്ത് ചെയ്യാം? നാളെ നമ്മൾ ചെയ്തില്ലേ, അതേപോലെ ഈ 2 ആയത്തുകൾ ഇന്നല്ലാഹ യുദ്ഖിലുല്ലദീന ആമനു
ഈ ആയത്ത് വാട്സപ്പിൽ എല്ലാവരും കഴിയുന്നവരൊക്കെ വോയിസ് ആയിട്ട് ഗ്രൂപ്പിൽ തന്നെ അയക്കുക. അപ്പോഴാണ് ഒരാൾ തെറ്റ് തിരുത്തുമ്പോഴും അത് ക്ലാരിഫൈ ചെയ്യുമ്പോഴൊക്കെ മറ്റൊരാൾക്ക് അത് കേട്ട് പഠിക്കാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് അറിവ് കേൾക്കാനും പഠിക്കാനും അത് മനസ്സിലാക്കാനും പ്രചരിപ്പിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ആയത്തിന്റെ തഫ്സീറുകളുടെ വിശദീകരണത്തിൽ അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ചില കാര്യങ്ങൾ മാത്രം ചുരുക്കി പറയാം. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, യുദ്ഖിലു, പ്രവേശിപ്പിക്കുന്നതാണ്. ദഖല എന്ന് പറഞ്ഞാൽ ഒരാൾ പ്രവേശിച്ചു എന്നാണ് അർത്ഥം. ഒരാൾ കയറി വന്നാൽ ദഖല. ഒരാളെ പിടിച്ച് തള്ളി കൊണ്ടുവന്ന് പ്രവേശിപ്പിക്കുക എന്നുള്ളതിനാണ് യുദ്ഖിലു എന്ന് പറയുന്നത്. അപ്പൊ ആരും സ്വമേധയാണ് പ്രവേശിക്കൂല എന്നർത്ഥം. യുദ്ഖിലു, അല്ലാഹു പ്രവേശിപ്പിക്കും. അല്ലദീന, ഒരു കൂട്ടരെ. ആരാണവർ? ആമനു, സത്യവിശ്വാസികളാണ്. സ്വർഗത്തിന്റെ വിജയത്തിന്റെ താക്കോലുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പറയും ഫസ്റ്റ് അതിന്റെ താക്കോൽ മിഫ്താഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈമാൻ ഇല്ലാത്ത ഒരാൾക്ക് സ്വർഗത്തിലെത്താൻ കഴിയൂല. ആദ്യം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിന്റെ മുമ്പ് ഇന്നല്ലദീന ആമനു ആണ് എല്ലാ ആയത്തുകളുടെയും പ്രത്യേകത. അവര് സൽക്കർമ്മം ചെയ്യുന്നതിന് മുമ്പ് സത്യവിശ്വാസികളാണ്. വഅമിലുസ് സാലിഹാത്ത്, വിശ്വാസികളായതോടൊപ്പം തന്നെ അവർ അവർക്ക് ചെയ്യാൻ പറ്റാവുന്ന സൽക്കർമ്മങ്ങളെല്ലാം ചെയ്യുന്നവരാണ്. നമ്മൾ നമ്മുടെ പരലോകത്തേക്ക് കൊണ്ടുപോകേണ്ടതും നമ്മുടെ കർമ്മങ്ങളാണ്. യത്ബഉൽ മയ്യിത്തു സലാസത്തുൻ, ഒരു മയ്യത്തിന്റെ കൂടെ 3 കാര്യങ്ങൾ കടന്നു പോകും. ഏതൊക്കെയാണ്? അഹ്ലുഹു, അവന്റെ കുടുംബക്കാര് പോകും, അവന്റെ പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടാവും. മാലുഹു, അവന്റെ സമ്പത്ത് പോകും, അവന്റെ മക്കള്, ശിഷ്യന്മാര്, അവന്റെ ഫ്രണ്ട്സ്, അങ്ങനെയൊക്കെ പറയാവുന്ന ആൾക്കാർ. വഅമലുഹു, അവന്റെ പ്രവർത്തനങ്ങൾ അവന്റെ കൂടെ പോകും. ഫയർജിഉ ഇസ്നാൻ, അതിൽ 2 തിരിച്ചു പോരും. കുടുംബക്കാര്, ശിഷ്യന്മാര്, മാലൊക്കെ സമ്പത്തൊക്കെ പോരും. ഫയബ്ഖാ അമലുഹു, അവന്റെ അമല് മാത്രം അവിടെ ബാക്കിയാകും. ആകെ നമ്മുടെ ഖബറിന്റെ 3 കഫൻ പുടവയിൽ പൊതിഞ്ഞ് ഇറക്കി വെച്ച ആ മണ്ണിൽ നമ്മളെ കൂടെ നമ്മളെ സഹായത്തിന് സംരക്ഷണത്തിനുള്ളത് അമലു സ്വാലിഹാത്തായിരിക്കും. മോശപ്പെട്ട അമലും കൊണ്ട് ചെന്നാൽ അതായിരിക്കും അവന്റെ കൂടെ കർമ്മങ്ങളായിട്ടുണ്ടാവുമല്ലോ. ആ ഖബറിനകത്ത് പിന്നീട് ബർസഖ് വരെ എത്ര കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ അറിയില്ല. അത്രയും കാലം അവന്റെ സംരക്ഷണം ഈ കർമ്മങ്ങളാണ്. അത് ഇവിടുന്ന് ചെയ്യണം. അദ്ദുനിയാ മസ്റഅത്തുൽ ആഖിറ, പരലോകത്തേക്കുള്ള വിഭവങ്ങൾ കൊയ്തെടുക്കാൻ അല്ലെങ്കിൽ വിഭവങ്ങൾ കൃഷി ഇറക്കി അതിനെ സമ്പാദിച്ചുണ്ടാക്കേണ്ട ലോകം ദുനിയാവാണ്. അതുകൊണ്ട് കർമ്മങ്ങൾ വേണം, സത്യവിശ്വാസം വേണം. ഏതെങ്കിലും അമലായിട്ട് കാര്യമില്ല. അമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ജന്നാത്തിൻ, അവരെ എവിടെ പ്രവേശിപ്പിക്കും? ജന്നാത്തിൻ, സ്വർഗത്തിന്റെ തോട്ടങ്ങളിൽ, സ്വർഗീയാരാമങ്ങളിൽ അവരെ പ്രവേശിപ്പിക്കും. എന്താണ് അതിന്റെ പ്രത്യേകത? തേജിരി, അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗമാണ്. എന്തൊഴുകുന്നത്? മിൻ തഹ്തിഹ, അതിന്റെ താഴ്ഭാഗങ്ങളിലൂടെ. അൽ അൻഹാർ, അരുവികൾ ഒഴുകുന്ന സ്വർഗമാണ്. വെള്ളമുള്ള ഭാഗം ആരാണ് ഇഷ്ടപ്പെടാത്തത്? സമൃദ്ധമായ അരുവികൾ ഒഴുകുന്ന 4 തരം അരുവികൾ, വെള്ളത്തിന്റെ, മദ്യത്തിന്റെ, പാലിന്റെ, തേനിന്റെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമൃദ്ധമായ ഇഷ്ടാനുസരണം എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന. കുലൂ വശ്റബൂ ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, മുമ്പ് നിങ്ങൾ ദുനിയാവിൽ വെച്ച് ചെയ്ത കർമ്മങ്ങളുടെ ഭാഗമായി നിങ്ങൾ തിന്നോളൂ, നിങ്ങൾ കുടിച്ചോളൂ എന്ന് പറഞ്ഞ് സർവസ്വ സ്വാതന്ത്ര്യത്തോടെ ഇട്ട് കൊടുക്കുക. അങ്ങനെ അല്ലാഹു തആല ഒരുക്കി വെച്ചൊരു സ്വർഗമുണ്ട്. ഇന്നല്ലാഹ യഫ്അലു മാ യുരീദ്, തീർച്ചയായും ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, യഫ്അലു, അവൻ ചെയ്യും, അവൻ പ്രവർത്തിക്കും, മാ യുരീദ്, അവൻ ഉദ്ദേശിക്കുന്നത് ചെയ്യും. ഫഅാലുൻ ലിമാ യുരീദ്, ഹൽ അതാക ഹദീസുൽ ജുനൂദ്. ഫഅാലുൻ ലിമാ യുരീദ്, ഉദ്ദേശിച്ച കാര്യം ചെയ്യുന്നവനാണ് അല്ലാഹു. വിചാരിച്ചതൊക്കെ നടക്കും.
അല്ലാഹു കുൻ എന്ന് പറഞ്ഞാൽ ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകുൻ. കുൻ എന്നൊരു വാക്ക് മതി, എല്ലാം ഉണ്ടാകും. അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, തൊട്ടുമുകളിൽ പറഞ്ഞ ആയത്തിൽ ദക്കറ അഹ്ലുൽ ളലാലത്തിൽ അഷ്ഖിയാ, ഏറ്റവും ദൗർഭാഗ്യവാന്മാരായ ളലാലത്തിന്റെ ആളുകളെ കുറിച്ച് പറഞ്ഞു. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ച് ഒന്നും ലഭിക്കാതെ പോകുന്ന ദൗർഭാഗ്യവാന്മാർ. ആതിഫ ബിദിക്രിൽ അബ്റാരി സുഅദാ, തൊട്ടടുത്ത ആയത്തിൽ സൗഭാഗ്യവാന്മാരായ മഹാനല്ല മനസ്സിന്റെ ഉടമകളെ അല്ലാഹു എടുത്തുകൊണ്ട് പറയുകയും ചെയ്തു. മിനല്ലദീന ആമനൂ ബിഖുലൂബിഹിം, ഖൽബ് കൊണ്ട് ഈമാൻ നന്നാക്കുക എന്നതാണ് ഇതിലെ ഒന്നാമത്തെ ഗുണം. വസദ്ദഖൂ ഈമാനഹും, ചെയ്യുന്ന അവൻ മനസ്സിൽ വിശ്വസിക്കുന്ന കാര്യങ്ങൾ അവന്റെ ഈമാൻ. എനിക്ക് ഈമാൻ ഉണ്ട്, ഞാനത് ആരും പറയുന്നില്ല, എവിടെ കാണിക്കൊന്നുമില്ല, അല്ല അത് കാണും. എങ്ങനെയാണ്? സദ്ദഖൂ ഈമാനഹും ബിഅഫ്ആലിഹിം, അവന്റെ പ്രവർത്തനം കൊണ്ട് അത് പുറത്തു വരും. താടി വെക്കേണ്ട ആവശ്യമുണ്ടോ? ഈമാൻ ഉണ്ടായപ്പോൾ താടി, ഈമാൻ ഉണ്ടെങ്കിൽ താടി പുറത്തു വരും. സുന്നത്തൊക്കെ ചെയ്യേണ്ട ആവശ്യമില്ല, മനസ്സിൽ ഈമാൻ ഉണ്ടായപ്പോരെ. മനസ്സിൽ ഈമാൻ ഉണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ ജീവിതത്തിൽ സുന്നത്തുകൾ വരും. ഞാനിപ്പോ നമ്മൾ ഈമാൻ ഇഖ്ലാസൊക്കെ കാണിക്കേണ്ട ആവശ്യമുണ്ട്, അതൊക്കെ എന്റെ മനസ്സിലാണ്. എന്റെ മനസ്സിലുണ്ടെങ്കിൽ അതവന്റെ സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ, സംസാരത്തിൽ, കുടുംബത്തിൽ, ദാമ്പത്യത്തിൽ, വീട്ടിൽ, മക്കളിൽ എല്ലായിടത്തും ഇങ്ങനെ കാണും. അതുകൊണ്ട് നമ്മൾ ചില ആൾക്കാർ പറഞ്ഞല്ലോ, അയാൾ എപ്പോഴും പള്ളിയിലാണ്, അയാൾ പള്ളിയിൽ അയാൾക്ക് ഈമാനുണ്ട്. അയാൾ പിന്നെ കുടുംബത്തിൽ നിന്ന് മോശമായത്, അയാൾ കുടുംബത്തിൽ വരുമ്പോൾ അയാളുടെ ഈമാൻ നഷ്ടപ്പെടുകയും ഈമാൻ കൽബിൽ മാത്രമാവുകയും അമല് കൊണ്ട് അത് സത്യപ്പെടുത്താതെ പോകും ചെയ്യാണ്. സദ്ദഖൂ ഈമാനഹും ബിഅഫ്ആലിഹിം, സ്വർഗം കിട്ടുന്ന ആൾക്കാരുടെ പ്രത്യേകത കൽബ് കൊണ്ട് ഈമാൻ ഉറപ്പിക്കുകയും കർമ്മം കൊണ്ട് അത് തെളിയിക്കുകയും ചെയ്തവരായിരിക്കും. ഫഅമിലു സ്വാലിഹാത്ത്, സ്വാഭാവികമായും മനസ്സിൽ ഈമാൻ കയറിയാൽ അവന്റെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ കൂടാൻ തുടങ്ങും. രാത്രി നിസ്കാരം വരാൻ തുടങ്ങും, സ്വതക്ക ചെയ്യാൻ തുടങ്ങും, ദിക്റുകളുടെ എണ്ണം കൂടും. ഖുർആൻ പാരായണം ഇല്ലാത്ത ദിവസങ്ങൾ ഉണ്ടാവില്ല. ഒരു വരി, 2 വരി, അരപ്പേജ് ഇല്ലാത്ത ദിവസങ്ങൾ അവർക്ക് ജീവിതത്തിൽ ഉണ്ടാവില്ല. സുജൂദ് ചെയ്യാനുള്ള എല്ലാ അവസരവും ഉപയോഗപ്പെടുത്തും. ആളുകൾക്ക് അംറു ബിൽ മഅറൂഫ്, നല്ലത് പറഞ്ഞു കൊടുക്കുക. വനഹ്യുൻ അനിൽ മുൻകർ, ഒരു തെറ്റ് കാണുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ പുണ്യമാണ്. വത്തഹ്ലീൽ വത്തഹ്മീദ് വത്തക്ബീർ സദഖ, ഇതൊക്കെ സദഖയാണ്. അംറു ബിൽ മഅറൂഫ് വനഹ്യു അനിൽ മുൻകർ, നല്ലത് പറയാ, ചീത്ത വിരോധിക്കുക, സദഖയാണ്. വൈമാത്തത്തുൽ ലദാനി ത്വരീഖ്, വഴിയിൽ കിടക്കുന്ന ഒരു മാലിന്യം എടുത്ത് ഒഴിവാക്കല് സദഖയാണ്, പുണ്യമാണ്. ഹദീസ് കാണാൻ സാധിക്കില്ലേ? ഈമാൻ എന്ന് പറഞ്ഞാൽ, ഈമാൻ എന്ന് പറയുന്നത് അതിന് 70-ലധികം ബ്രാഞ്ചസ് ഉണ്ട്, ശാഖ ഉണ്ട്. അഫ്ളലുഹാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ടോപ്പിൽ അതാണ്. അതിലേറ്റവും താഴെ ഈമാനുള്ള മനുഷ്യന്റെ അടയാളമാണ് ഇമാത്തത്തുൽ ലദാനി ത്വരീഖ്, വഴിയിൽ നിന്ന് മാലിന്യം നീക്കും. അപ്പൊ വഴിയിൽ കൊണ്ടുവന്ന് മാലിന്യം നിക്ഷേപിക്കുന്നവന്റെ ഈമാൻ എത്രയും ഏറ്റവും കുറഞ്ഞ ഈമാനുള്ള മനുഷ്യന്റെ അടയാളമാണ് ഇമാത്തത്തുൽ ലദാനി ത്വരീഖ്. അപ്പോൾ ജനങ്ങൾക്കിടയിൽ, പൊതുവഴിയിൽ ജനങ്ങൾക്ക് ശല്യാകുന്ന രൂപത്തിൽ തന്റെ മാലിന്യങ്ങൾ തള്ളുന്നവനോ അവൻ ഇമാത്തത്തുൽ ലദാനി ത്വരീഖ് എന്ന ഈമാന്റെ ചെറിയ അംശം പോലും നഷ്ടപ്പെട്ടവനാണ്. ചില ഹദീസുകളൊക്കെ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, ഒരു തെറ്റ് കണ്ടാൽ നിങ്ങൾ കൈകൊണ്ട് തടുക്കണം, അധികാരികൾ കൈകൊണ്ട് തടുക്കണം. നാവുകൊണ്ട് പറയാൻ പറ്റുന്നവർ നാവുകൊണ്ട് തടുക്കണം. അതിനു സാധ്യമല്ലെങ്കിൽ നിങ്ങൾ തിന്മയെ തടുക്കണം. എങ്ങനെ? നമ്മളെ മനസ്സുണ്ടെങ്കിലും വല്ലാത്തൊരു തെറ്റായിട്ടോ ആ ചങ്ങായി ചെയ്തത്, എന്തിനാണ് മനുഷ്യൻ ചെയ്തത് എന്നൊരു അതിനോടൊരു നീരസം അവന്റെ കൽബിൽ ഉണ്ടാവണം. എന്റെ വാക്യം എന്താ അറിയോ? വദാലിക അൽഅഫുൽ ഈമാൻ, ഈമാന്റെ ഏറ്റവും ചെറിയ സാധനമാണ് കൽബിൽ ഒരു തെറ്റിനോട് നീരസം തോന്നുക, ഒരു വിമ്മിഷ്ടം തോന്നുക, ഒരു വെറുപ്പ് തോന്നുക. അതുകൊണ്ട് ഈമാൻ എന്നത് കർമ്മം കൊണ്ട് തെളിയിക്കലാണ്. മിൻ ജമീഇ അൻവാഇൽ ഖുർബാതി, പുണ്യങ്ങളുടെ ഭാഗമായുള്ള ഒട്ടനേകം കാര്യങ്ങളുണ്ട്, അതിൽ ഉണ്ടാവലാണ്. വതറകുൽ മുൻകറാതി, തെറ്റായ മുഴുവൻ കാര്യങ്ങളെയും ഉപേക്ഷിക്കലാണ്.
അമലു സ്വാലിഹാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫഔറസഹും ദാലിക സുഖ്നദ് ദറജാതിൽ ആലിയാത്ത്, അപ്പോൾ അവർക്ക് അല്ലാഹു സ്വർഗ്ഗത്തിലെ ഉയർന്ന വലിയ വലിയ ദറജ കൊടുക്കും. ഫീ റൗളാതിൽ ജന്നാതി, ഒരിക്കലും മതിവരാത്ത സ്വർഗത്തിന്റെ താഴ്വാരങ്ങളിൽ അവർക്ക് ആസ്വാദനങ്ങൾ ഇട്ടുകൊടുക്കും. സ്വർഗത്തിന്റെ പ്രത്യേകത ഒരിക്കലും അത് മതിയായി എന്നൊരാൾക്ക് തോന്നൂല. ഒരു മുഷിപ്പ് അറിയില്ലേ, മതിയായി എന്താ ഒരു ബോറടി അവന് വരൂല. അവിടെയുള്ളതെല്ലാം ദായിമാണ്, പതിവായി നിത്യവസന്തമാണ്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ വാടുക, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതിന്റെ കളർ പോകുക, അങ്ങനെ ഒരു മങ്ങിച്ച അതിന് സാധ്യമല്ല. അവിടെ എല്ലാ സുഖങ്ങളും അവന് ശാശ്വത സുഖമാണ്. ഇവിടെ നമുക്ക് കിട്ടുന്ന സുഖമൊക്കെ ശാശ്വതമല്ല. ഇന്ന് കഴിഞ്ഞാൽ നാളെ കിട്ടുമെന്നറിയില്ല. ഇന്ന് പൈസക്കാരനായ നാളെ ദരിദ്രനായി മാറും ചിലപ്പോൾ, ഒറ്റടിക്ക്. അങ്ങനെ പലതും സംഭവിക്കും. നാളെ സ്വർഗത്തിന്റെ കാഴ്ച പറഞ്ഞത് ഖാലിദാണ്, ശാശ്വതമാണ്. മരണത്തെ പേടിക്കണ്ട, രോഗത്തെ പേടിക്കണ്ട, വാർദ്ധക്യത്തെ പേടിക്കണ്ട, ജോലിക്ക് പോകണ്ട, അധ്വാനിക്കണ്ട, ശമ്പളം ഉണ്ടാക്കണ്ട, എന്തെല്ലാം നിലക്ക് മനുഷ്യന് പ്രയാസം ഉണ്ടാക്കുന്ന ഒരു വാക്ക് പോലും കേൾക്കാത്ത റൗളാത്തുൽ ജന്നയിൽ അവർക്ക് സ്ഥാനം കൊടുക്കും. അതാണ് فإن ذكر تعالى أنه أضل أولئك وهدى هؤلاء. അള്ളാഹു ചില ആളുകൾക്ക് അവരെ വഴികേടിലാക്കുന്നു, ചില ആളുകളെ ഹിദായത്തിന്റെ മാർഗത്തിലാക്കുന്നു. ഇന്നല്ലാഹ യഫ്അലു മാ യുരീദ്, അള്ളാഹ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു നടപ്പിലാക്കും. നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും എല്ലാം നടക്കൂല. അള്ളാഹ് ഇവിടെ ഈ ദുനിയാവിൽ എന്താണോ വിചാരിച്ചത് അത് നടക്കും. ഒന്ന് ഓദിക്കേ ആയത്ത്. ഇന്നല്ലദീന ആമനു ഇന്നല്ലാഹ യുദ്ഖിലുല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അടുത്തായത് മൻ കാന യظുന്നു അല്ലൻ യൻസുറഹുല്ലാഹു ഫിദ്ദുനിയാ വൽ ആഖിറ فليمدد بسبب إلى السماء ثم ليقطع فلينظر هل يذهبن كيده ما يغيظ. من كان ആരെങ്കിലും യظുന്നു, അവന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, മൻകാന യظുന്നു വന്ന, അറബിയില് നമ്മൾ പറയില്ല വിചാരിക്കുക, കണക്ക് കൂട്ടുക എന്നൊക്കെ ഉള്ളതിന് പറഞ്ഞ പരാക്കാണ് വന്ന, വിചാരിച്ചു. മൻകാന യظുന്നു, ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ, അല്ലൻ യൻസുറഹുല്ലാ, ഒരു കാര്യം ഒരു കാര്യം അതിന്റെ മുമ്പിൽ ലൻ എന്ന് വന്നാൽ അതിന്റെ അർത്ഥം ഒരിക്കലും ഇല്ല എന്ന് പ്രയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും ഇല്ല. ലൻ യൻസുറ എന്ന് പറഞ്ഞാൽ ഒരിക്കലും സഹായിക്കൂല, ഒരിക്കലും അല്ലാഹ് എന്നെ ഒരിക്കലും സഹായിക്കൂല എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, റബ്ബേ എന്നെ കുറച്ച് സമയത്തേക്ക് നീട്ടിത്തരുമോ, എന്റെ അവധി ഒന്ന് നീട്ടിത്തരുമോ എന്ന് ചോദിക്കും. അല്ലാഹുവിന്റെ ഖുർആന്റെ മറുപടി എന്താ? ലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹ, സമയമായാൽ ഒരാൾക്കും അവധി നീട്ടിക്കൊടുക്കുകയേ ഇല്ല. അവിടേക്ക് ഉപയോഗിച്ച വാക്കിൽ എന്നാണ്. മൻകാന യظുന്നു, ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ, അല്ലൻസുറഹുല്ലാ, അവനെ അല്ലാഹ് ഒരിക്കലും സഹായിക്കൂല. അത് നിരാശപ്പെടുന്ന ആൾക്കാർക്കുള്ള സൂചനയാണ്. എനിക്കൊന്നും അള്ളാന്റെ സഹായം കിട്ടൂല കേട്ടോ, ഞാനൊന്നും രക്ഷപ്പെടൂല, ഞാനൊന്നും സ്വർഗത്ത് പോലും, ഇങ്ങനെ ആരെങ്കിലും എനിക്ക് അള്ളാന്റെ സഹായം കിട്ടൂലെന്ന് വിചാരിക്കുന്നുണ്ടോ? എവിടെ? ഫിദ്ദുനിയാ. എവിടെ? ഫിദ്ദുനിയാ, ഈ ദുനിയാവിലെ. വല്ലാഖിറ, നാളെ പരലോകത്തൊന്നും അള്ളാന്റെ സഹായം എന്തൊന്നും എനിക്ക്, അള്ളാന്റെ മഗ്ഫിറത്തൊന്നും കിട്ടൂല, അള്ളാന്റെ സഹായം എനിക്ക് കിട്ടൂല എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? അതിനർത്ഥം ഇനി പറയാൻ പോവാണ് അവര് തിരുത്തണങ്ങി. ഫല്യംദുദ്, എന്നാൽ അവൻ നീട്ടിയിട്ട് കൊള്ളട്ടെ.
എന്ന് പറഞ്ഞ് അവൻ ഈ പറയുന്ന കാര്യം ചെയ്യട്ടെ. ഫല്യംദുദ്, അവൻ നീട്ടട്ടെ. ബിസബബിൻ, ഒരു സബബിനെ, ഒരു ബന്ധത്തിനെ, ഒരു കയറിനെ, ഒരു കാരണത്തിനെ എന്നൊക്കെ പറയാറുണ്ട്. അതേപോലെ ഒരു ബന്ധത്തിന്, ഒരു കയറിനെ അവൻ അങ്ങ് നീട്ടി മേലക്കിടട്ടെ. എവിടേക്ക്? ഇലസമായി, ആകാശത്തേക്ക് ഒരു കയറങ്ങിട്ടിട്ട്. എന്നിട്ട് എന്നിട്ട് അവൻ അതിനെ, ആ വയറിനെ അല്ലെങ്കിൽ ആ വള്ളിയെ, ആ കയറിനെ അവൻ തന്നെ അങ്ങോട്ട് മുറിച്ചിടട്ടെ. ആത്മഹത്യ അവനോട് പോയിട്ട് സ്വയം അങ്ങോട്ട് നശിക്കട്ടെ. അതേപോലെ അവനൊക്കെ പോയി ആത്മഹത്യ ചെയ്യട്ടെ. ഇത്ര നിരാശപ്പെട്ടിട്ട് എന്തിനാ? സുമ്മൽ യഖ്ത, അവനങ്ങ് മുറിച്ചു മാറ്റട്ടെ. ഫല്യൻളുർ, എന്നിട്ട് അവനൊന്ന് നോക്കട്ടെ, അവനൊന്ന് ആലോചിക്കട്ടെ. ഹൽ യുദ്ഹിബന്ന കൈദ, ഹൽ ഉണ്ടോ, യുദ്ഹിബന്ന ഇല്ലാതാക്കി കളയുമോ, ഹൈ കൈദഹു അവന്റെ തന്ത്രങ്ങളെ. കെയ്ത് എന്നാൽ തന്ത്രം, സൂത്രം എന്നുള്ളതിനൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ്. വാക്കീതു കെയ്ത, ആ കെയ്താണിത്. കെയ്ത് അവന്റെ തന്ത്രങ്ങളെ ഇല്ലാതാക്കി കളയുമോ. മായഗീൽ അവൻ ക്ലേശിപ്പിക്കുന്നതിനെ. അവനിങ്ങനെ നിരാശപ്പെട്ട് ഇരുന്നിട്ട് അവൻ പോയി ഇനിയിപ്പോ ജീവൻ നശിപ്പിച്ചാലും അവന്റെ ഈ നിരാശക്ക് പരിഹാരം ഉണ്ടാകുമോ എന്നുള്ള ചോദിക്കുന്നത്. നിങ്ങൾ എന്താ അങ്ങനെ വിചാരിക്കുന്നത്? ഇതിനേക്കാൾ നല്ലത് നിനക്കൊക്കെ മരിക്കല്ലേ എന്നാണ് ചോദ്യം. അല്ലൊന്നും സഹായിക്കൂല, അല്ലൊന്നും നമ്മളെ രക്ഷിക്കൂല എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? അവനൊക്കെ എന്തിനാ പിന്നെ ജീവിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നതിന് പകരം അവൻ ആകാശത്തിലേക്ക് ഒരു കയറ് നീട്ടട്ടെ. എന്നിട്ട് ആ കയറാണ് മുറിച്ചു മാറ്റിയിട്ട് നിലത്തേക്ക് ചടയച്ചിട്ടാണ് വീണിട്ട് സ്വയം ജീവനാണ് പോട്ടെ. അപ്പൊ മനസ്സിലാകുമല്ലോ അവന്റെ കുതന്ത്രങ്ങളൊക്കെ, അവൻ ചെയ്യുന്ന തന്ത്രങ്ങളൊക്കെ അവനെ ക്ലേശിപ്പിക്കുന്നതിനെ കുറിച്ച്. അതുകൊണ്ടൊന്നൊരു പരിഹാരം ഉണ്ടാകൂല എന്ന് അവന് സ്വയെങ്കിലും ബോധ്യപ്പെടട്ടെ എന്ന രൂപത്തിൽ നിരാശപ്പെടല്ലേ എന്ന് പറയാനാണ് ഈ ആയത്ത്. അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മഹാനായ അക്രിമ വ അചാഇൻ വ അബുൽ ജൗസ വ ഖതാദ വ ഗൈറുഹും വഖാല അബ്ദുറഹ്മാൻ ബിൻ സെയ്ദ് ബിൻ അസ്ലം തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ എടുത്ത് ഉദ്ധരിച്ചിട്ട് പറയാം, ഫല്യംദുദ് ബിസമഇൻ ഇലസ്സമാ എന്ന് പറഞ്ഞാൽ ലിയതവസ്സല ഇലാ ബുലൂഗിസ് സമാഇ ഫഇന്നൻ നസ്റ ഇന്നമാ യഅതി മുഹമ്മദൻ മിനസ് സമാ. അള്ളാഹ്ക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഹായം ആകാശത്തു നിന്നാണല്ലോ വരുന്നത്. അതേപോലെ നിങ്ങൾ ആരെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കി, ആകാശത്തുനിന്ന് അങ്ങനെ ഒരു ശ്രമം നിങ്ങൾ ആരെങ്കിലും നടത്തി നോക്കി വല്ല സഹായം കിട്ടുമോ? എന്നിട്ട് അവൻ ആ വേര് മുറിച്ചു മാറ്റിയാൽ, മൻ കാന യളുന്നു അന്നല്ലാഹ ലൈസ ബിനാസിരിൻ മുഹമ്മദൻ വ കിതാബിഹി വ ദീനിഹി. ഇനി ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആകാശത്തുനിന്ന് ഒരു സഹായം കിട്ടൂല, ഈ വേദഗ്രന്ഥത്തിനെ സഹായിക്കൂല, വദീനിഹി ഈ ദീനിനെ സഹായിക്കൂല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഫല്യദ്ഹബ് ഓൻ പോട്ടെ, ഫല്യഖതുൽ നഫ്സഹു എന്നിട്ട് അവൻ സ്വയം ജീവൻ ഒടുക്കട്ടെ. അവൻക്ക് അത്രയും വെറുപ്പും ക്ലേശവും ഒക്കെ ഉണ്ടെങ്കിൽ പോയി തൊലയട്ടെ അവൻ. അല്ലാഹ് സഹായിക്കും, ഒരു സംശയവും വേണ്ട. ദീനിനെ സഹായിക്കും, കിതാബിനെ സഹായിക്കും, പ്രവാചകരെ സഹായിക്കും. വഖാല അല്ലാഹു തആല, അല്ലാഹ് മറ്റൊരായത്തിൽ പറഞ്ഞു, ഇന്നാ ലനൻസുറു റുസുലനാ, നാം നമ്മുടെ പ്രവാചകന്മാരെ മൊത്തം സഹായിക്കും. ഏതെങ്കിലും ഒരു മനുഷ്യൻ കടലിന്റെ നടുവിൽ പെട്ടിട്ട് മത്സ്യത്തിന്റെ വായ്ക്കകത്ത് പെട്ട് രക്ഷപ്പെടുക എന്നുള്ളത് അപൂർവമാണ്. എന്നാൽ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെട്ടു. അള്ളാഹു പ്രവാചകന്മാരെ സഹായിക്കും. പൊട്ടക്കിണറ്റിൽ കടന്ന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, സാധാരണ ഒരു കുട്ടി കിണറ്റിൽ പോയി ആരും അറിയാത്തൊരു കിണറ്റിൽ ചെന്ന് വീണാൽ അവിടുന്ന് രക്ഷപ്പെടൽ അത്ഭുതകരമാണ്. എന്നാൽ കൊട്ടാരത്തിലേക്ക് ജീവിതം വരാൻ മാത്രം അത്ഭുതകരമായി അള്ളാഹു സഹായിച്ചു, രക്ഷപ്പെടുത്തി. തീ കുണ്ടാരത്തിലേക്ക് എറിഞ്ഞിട്ട് ഒരാള് തീ പൊള്ളലേക്കാതെ പുറത്തു വരാന്നുള്ളത് അത്ഭുതമാണ്. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്രൂദിന്റെ തീ കുണ്ടാരത്തുനിന്ന് തീ പൊള്ളലേൽക്കാതെ രോമത്തിന് പരിക്കുപറ്റാതെ പുറത്തു വന്നിട്ടുണ്ട്.
അത് പ്രവാചകന്മാർക്കൊരു പ്രത്യേക സഹായമുണ്ട്. ഇന്നലെ നമ്മൾ ഖുതുബയിൽ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള എന്തെല്ലാം ആലോചനകൾ നടന്നിരുന്നു. അല്ലാഹു തആല ഒരു പ്രത്യേക സംരക്ഷണം പ്രവാചകന്മാർക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇന്നാ, തീർച്ചയായും നാം ലനൻസുറു റുസുലനാ, പ്രവാചകന്മാരെ സഹായിക്കും. നേരത്തെ കേട്ടോ, പ്രവാചകന്മാരെ സഹായിക്കും. വല്ലദീന ആമനു, അതാരാ? വിശ്വാസികളെ അല്ലാഹു സഹായിക്കും. ഈ പറഞ്ഞ ദൗത്യത്തിൽ വിശ്വാസത്തോടെ കൂടെ ചേരുന്നവരെ അല്ലാഹു സഹായിക്കും. എവിടെ? ഫിൽ ഹയാത്തിദ് ദുനിയാ, ദുനിയാവിൽ തന്നെ പഠിച്ച സഹായിക്കും. എത്ര അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. മരണം വിധി എഴുതിയ എത്ര സംഭവങ്ങളുണ്ട്. മാറൂലെന്ന് ഡോക്ടർമാർ പറഞ്ഞ സംഭവങ്ങൾ മാറി എത്ര പേരുണ്ട്. ഇയാളൊന്നും ഇനി ഒരിക്കലും വേദിയിൽ ഉണ്ടാവില്ല, ഇയാളൊന്നും ഇനി ഒരിക്കലും കേരള ചരിത്രത്തിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ പിന്നെ എത്രയോ കാലം അത്ഭുതകരമായി ജീവിച്ചിട്ടുണ്ട്. ചില അത്ഭുതകരമായ മാറ്റങ്ങൾ ദുനിയാവിൽ ഇട്ട് കൊടുക്കും. എല്ലാ സാക്ഷികളും എഴുന്നേറ്റ് വരുന്ന പാരലോകത്തും അല്ലാഹു സഹായിക്കും അവരെ. يوم لا ينفع الظالمين معذرتهم ولهم اللعنة ولهم سوء الدار. ഒരു ഒഴിവ് കഴിവും രക്ഷപ്പെടാത്ത ഒരു ദിവസം വരാനിരിക്കുന്നുണ്ട്. അന്നും മുഅ്മിനീങ്ങൾക്ക് പ്രവാചകന്മാർക്ക് സഹായം ഉണ്ടാവും. സൂറത്ത് ഗാഫിറിന്റെ 51 ആയത്ത് കൊടുത്തിരിക്കുന്നത്. ഇമാം സുദ്ദി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഈ അവൻ ഫൽയൻദുർ ഹൽ യുദ്ഹിബന്ന കൈദുഹു മാ യഗീദ്. ഈ ഗൈദ്, പ്രവാചകന് സഹായം കിട്ടാന്നുള്ളതിലൊക്കെ ആർക്കെങ്കിലും അങ്ങനെ ഗൈദ് വല്ലാതെ മനസ്സിൽ ദേഷ്യവും ക്ലേശമൊക്കെ ഉണ്ടെങ്കിൽ അവൻ പോയി നോക്കട്ടെ, അവൻക്ക് വല്ല സഹായം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള സൂചനകളാണ് ആ പറഞ്ഞ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ചില തഫ്സീറുകളിലൊക്കെ പണ്ഡിതന്മാർ കൊടുത്തിട്ടുണ്ട്, നിരാശപ്പെട്ടുകൊണ്ട് പടച്ചോനെ നമ്മളൊന്നും സഹായിക്കൂല, ഞാനൊന്നും രക്ഷപ്പെടൂല എന്ന് തോന്നുന്നവർക്ക് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞൊരു വാക്കുണ്ട്, ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടരുത്, നിരാശപ്പെടുന്നത് ഇല്ലൽ കാഫിറൂൻ, കാഫിരീങ്ങളുടെ സ്വഭാവമാണ്. എന്നെ സഹായിക്കൂല, പടച്ചോനെ എനിക്ക് എന്നെ രക്ഷപ്പെടുത്തൂല, എനിക്ക് പുറത്തു വരൂല എന്നുള്ള തോന്നവൽ ഇല്ല ദ്വാലുൻ, വഴി പിഴച്ചോർക്കല്ലാതെ അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടാവൂല. അപ്പൊ നമ്മളെ പിഴച്ചവരായി മാറാൻ പാടില്ല. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രിയപ്പെട്ട മകൻ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കാണാതെയായി. കൂടെ അവസാന കാലഘട്ടത്തിൽ ഒരു മകനെയും കൂടി കാണാതെയായി. ആ മകന്റെ പേരെന്തായിരുന്നു? യൂസുഫ് നബിനെ കാണാതായി. പിന്നെ അവസാനം പിന്നെ ഒരു മകനെയും കൂടി കാണാതായി, ബെന്യാമീനി രണ്ടുപേരും കാണാതെയായി അവസാന ഘട്ടത്തിൽ കേട്ടോ. ചരിത്രം പറയാണ്, ഈ മറ്റുള്ള മക്കളോട് പറയാണ്, നിങ്ങളൊന്ന് അന്വേഷിച്ചു പോയി നോക്കി, അള്ളാഹുവിന്റെ വിധിയിൽ നിങ്ങൾ നിരാശപ്പെടരുത് മക്കളെ, നിങ്ങൾ തിരയി കിട്ടും. പ്രവാചകന്മാര് പഠിപ്പിക്കുന്ന പാഠമാണത്. അതേപോലെ തന്നെ അള്ളാഹു തന്റെ അടിയാന്മാരെ കുറിച്ച് അല്ലെ, പാപികളായ ദോഷികളായ ആളുകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശരാകല്ലേ, പാപികളായ മനുഷ്യരെ നിങ്ങൾ നിരാശരാകല്ലേ, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹു തആല നമുക്ക് പാപങ്ങൾ പുറത്തു വരുമ്പോൾ എല്ലാം പുറത്തു വരുന്നു. ഈ നിരാശപ്പെടുന്ന മനുഷ്യന്മാരുടെ അടയാളങ്ങൾ ഇന്ന് മനഃശാസ്ത്രപരമായിട്ടൊക്കെ ആൾക്കാർ പറയും. അവർ ഒറ്റപ്പെട്ടിരിക്കും, റൂമിൽ ആ വാതിലടച്ചിരിക്കും. നിങ്ങളെ കുട്ടികളെ കണ്ടിച്ചെങ്കിൽ ശ്രദ്ധിക്കണം. എത്ര വിളിച്ചാലും തുറക്കാത്ത സ്വഭാവം, ആരും ഇടയ്ക്ക് വരുന്നില്ല, ആരോടും സംസാരിക്കൂല, എല്ലാത്തിനും ഒഴിഞ്ഞു മാറി നടക്കുക, ഒറ്റപ്പെട്ടിരിക്കുക നിരാശന്റെ അടയാളമാണ്. 2, ഒരു വൈകാരികതയും ഫീലിംഗും ഇല്ലാത്തവൻ, എന്തെങ്കിലും ചോദിച്ചാലും ചുരുക്കൂല, ഒരു തമാശ കാട്ടിലും ഒന്നുമില്ല, അപ്പുറത്ത് മരണം നടന്നാലും ഒന്നുമില്ലാത്ത ഒരു ഫീലിംഗ് ഇല്ലാത്ത മൂഡിലേക്ക് മാറുക. 3-മത്തത് കുറേ നേരം ഇരുന്ന് കരയുക. കുറേ ഒരു കാര്യത്തിന് കുറച്ചേരൊക്കെ ആൾക്കാർ കരയും. ഇത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന കരച്ചിലുകൾ, അതൊക്കെ ഒരു നിരാശയെന്ന് വരുന്ന സംഭവമാണ്. 4-മത്തേത്, എനിക്ക് എങ്ങനെങ്കിലും ജീവിതം അവസാനിപ്പിക്കണമെന്നുള്ള ടെൻഡൻസി ഉണ്ടാവുകയും ചിലപ്പോഴൊക്കെ അത് പറയുകയും ചെയ്യും. ചില കുട്ടികൾ ഞാൻ പോവുകയാണ്, ഞാൻ എവിടേക്കെങ്കിലും പോവുകയാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ സ്വയം പറയും ഞാൻ മരിക്കാൻ പോവുകയാണ്. ഇതൊക്കെ നിരാശയെന്ന് വരുന്ന വാക്കുകളാണ്. അവരെ പ്രത്യേകം പിടിക്കണം, അവരോട് സംസാരിക്കണം, അവരെ ആത്മവിശ്വാസം കൊടുക്കണം. അവർക്ക് എന്താണ് പരിഹരിക്കാൻ പറ്റുന്നത്, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കണം.
അവർ നന്നായിട്ട് തൗബ ചെയ്യണം, പടച്ച റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങണം. അല്ലാഹു തആലയുടെ വാതിൽ വിശാലമാണ് എന്നവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതേപോലെ തന്നെ പുതിയ കാലഘട്ടത്തിൽ മക്കളൊന്നും അങ്ങനെ ഒരു വായനാശീലവും പഴയകാല അനുഭവങ്ങളൊന്നും ചേർത്ത് വരാത്തതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവർക്ക് വലിയ വേജാറുണ്ടാക്കും. അപ്പൊ അവരെ നിരാശയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമായി മാറുന്നു എന്നുകൂടെ ഈ ആയത്ത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഖൈറായ, സന്തോഷകരമായ, മനോഹരമായ ജീവിതം നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നൽകുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, കഷ്ടതകളിൽ നിന്ന് നമ്മെ എല്ലാം അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് അല്ലാഹു വമ്പിച്ച പ്രതിഫലം നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും നല്ല മുറാദുകൾ ഹാസിലാക്കി തരുമാറാകട്ടെ. നമ്മുടെ ജീവിത കച്ചവട എല്ലാ മേഖലകളിലും അല്ലാഹു ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم. ربنا توفنا مسلمين والحقنا بالصالحين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آمنا فاكتبنا مع الشاهدين. وصلى الله على نبينا محمد والحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمة الله.